രാധാ ഭവനപുരേഷൻ കി. ഇപ്പോൾ നമ്മൾ ഇന്ന് അന്നദാനം ചെയ്യുന്നത് 53 പേരുടെ ഫുഡും 58 പേരുടെ വെള്ളമാണ്. അപ്പം ഇന്നത്തെ അന്നദാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഗീത എറണാകുളം. ഗീത മാതാജിയുടെ 60ാം പിറന്നാളാണ്. ഗീത മാതാജി 1000 പിറന്നാൾ ആശംസകൾ. പിന്നെ ചന്ദ്രൻ കുട്ടി, അദ്ദേഹം മണക്കാടാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ അമുദം മാതാജിയാണ് നമുക്ക് ഫുഡ് തന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ 3ാം വർഷ ഓർമ്മ ദിവസമാണ്, ചരമദിനമാണ്. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ഗുരുവായൂരപ്പൻ്റെ തൃപ്പാദങ്ങളിൽ എല്ലാവിധ ഇതും നൽകട്ടെ. ഗുരുവായൂരപ്പൻ്റെ തൃപ്പാദങ്ങളിൽ ആ ആത്മാവ് ശാന്തിയോടുകൂടി ഇരിക്കട്ടെ. പിന്നെ ജയകുമാർ നായർ, അത് എൻ്റെ ഏറ്റവും അടുത്ത ബെസ്റ്റ് ഫ്രണ്ട് അമൃതയുടെ ഡാഡിയാണ്. അമൃത ആൻഡ് ഗീത, അവർ 2 പേരും കൂടെയാണ് 21 പേരുടെ ഭക്ഷണവും 24 പേരുടെ വെള്ളവും തന്നിരിക്കുന്നത്. ഇന്ന് ഡാഡിയുടെ 20ാമത്തെ ഡെത്ത് ആനിവേഴ്സറി ആണ്. ആ ഫാമിലിയായിട്ട് എനിക്ക് നല്ല ഒരു അടുത്ത ബന്ധം തന്നെയുണ്ട്. ഇല്ലല്ലേ. പിന്നെ തന്നിരിക്കുന്നത് നമുക്ക് പാർവതി മോളുടെ ബർത്ത്ഡേ ആയിരുന്നു. പാർവതിക്ക് എല്ലാവിധ ആരോഗ്യ സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ. പിന്നെ നമ്മുടെ ലിജു കൊല്ലം 4 പേരുടെ ഫുഡ് തന്നിരിക്കുന്നു. പാർവതിയുടേത് 5 ഫുഡും 5 വെള്ളമാണ്. ലിജുവിനും എല്ലാവിധ ആരോഗ്യ സൗഭാഗ്യങ്ങളും അഷ്ടൈശ്വര്യങ്ങളും എല്ലാം ഉണ്ടാവട്ടെ. പിന്നെ റിജു തൃക്കേട്ട 3 ഫുഡും 4 വെള്ളമാണ്. റിജുവിനും എല്ലാവിധ ആരോഗ്യ സൗഭാഗ്യങ്ങളും അഷ്ടൈശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും ഉണ്ടാവട്ടെ. നമ്മൾ അന്നദാനം കൊടുക്കുമ്പം വിശന്നിരിക്കുന്ന ഒരാളുടെ മുമ്പിലേക്ക് ഭക്ഷണവുമായി ചെല്ലാന്ന് പറയുന്നത്, പിന്നാടി ഒത്തരിക്കാമോ, ഭക്ഷണമായിട്ട് ചെല്ലാന്ന് പറയുന്നത് വലിയൊരു കാരുണ്യമാണ്, വലിയൊരു അനുഗ്രഹമാണ്. അതിനേക്കാൾ വലിയൊരു ദാനധർമ്മം എനിക്ക് തോന്നുന്നില്ല വേറെ ഉണ്ടെന്ന്. അത്രയും വലിയ കാരുണ്യമാണ് മഞ്ജരീസിലൂടെ ചെയ്യുമ്പോഴുള്ള ഗുണം എന്ന് പറയുമ്പം. എക്സ്ക്യൂസ് മീ, കൊഞ്ചം തള്ളിപ്പോങ്ക, ഫുഡ് വാങ്ങിക്കോങ്ക അണ്ണ. தண்ணி கொடுக்கணும். இந்தாங்க. சரிங்க. അദ്ദേഹം ഉച്ച സമയത്ത് കോൺ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു. നമ്മൾ കൊണ്ടുവരുന്ന ഭക്ഷണം ആരുടെയൊക്കെ കൈകളിൽ എത്തണമെന്ന് ഈശ്വരൻ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം ഇന്ന് നമുക്ക് യാത്രാ ചെലവ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ജിനേഷ് നായർ ഖത്തർ. ജിനേഷ് പ്രഭു നമുക്ക് ഒരുപാട് സേവനത്തിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ജോലിയിലുള്ള എല്ലാ തടസ്സങ്ങളും മാറി അഭിവൃദ്ധിയും ഉയർച്ചയും അദ്ദേഹം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ബെറ്റർ പൊസിഷനിലേക്കും എത്താൻ വേണ്ടിയിട്ട് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് അന്നദാനം നൽകിയ എല്ലാവർക്കും ആരോഗ്യ സൗഭാഗ്യങ്ങളും അഷ്ടൈശ്വര്യങ്ങളും ഉണ്ടാവട്ടെ, എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ അമൃത എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. വളരെ വൈകാതെ ഞാൻ അമൃതയെ നിങ്ങൾക്ക് ലൈവിൽ കാണിച്ചു തരാം. അവളുടെ ഡാഡിയുടെ ഓർമ്മ ദിവസം എന്ന് പറയുന്നത് ശരിക്കും എൻ്റെ ജീവിതത്തിലും ഒരു വിഷമമുള്ളൊരു ദിവസം തന്നെയാണ്. പക്ഷേ കൃഷ്ണാവബോധത്തിലേക്ക് വന്നതിന് ശേഷം അങ്ങനെയുള്ള യാതൊരു തരത്തിലുള്ള വിഷമങ്ങളും എൻ്റെ മനസ്സിനെ അലട്ടാറില്ല. കാരണം അവൾ ഒരുപാട് അവളുടെ ഡാഡിയെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിലുപരി അവൾ ഇന്നിട്ട സ്റ്റാറ്റസും എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. കാരണം അവളും ഡാഡിയും അമ്മയും ചേച്ചിയും കൂടെ, അവളുടെ അക്കയും കൂടെ ഉള്ള ഒരു ഫോട്ടോ ആയിരുന്നു. ഞങ്ങൾ ഏകദേശം ഒരു 10-15 വർഷത്തിൻ്റെ മുകളിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പാണ്. തീർച്ചയായിട്ടും അനിതാ മാതാജി ഉറപ്പായിട്ടും ധൈര്യമായിട്ടിരിക്കും, പ്രാർത്ഥനയിലുണ്ട്. ഞാൻ എറണാകുളം മിറ്റ്സുബിഷിയിൽ കസ്റ്റമർ റിലേഷൻ മാനേജറായി വർക്ക് ചെയ്യുന്ന സമയത്ത് അമൃത കോഴിക്കോട് PVSൽ CRM ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു. അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങൾ തിരുവള്ളൂരിൽ ചെന്നൈയിൽ ഇതിനു വേണ്ടി വന്നു. அப்பா சாப்பாடு வாங்கிக்கோங்க, சாப்பாடு வாங்கிக்கோங்க. அப்பா உங்களுக்கு அப்பா வந்து கொடுங்க. ஆமா வெஜ் இல்ல வெஜ் தான், நாங்க நான் கொடுக்க மாட்டாங்க, எப்பவுமே வெஜ் தான். வெங்காயம் இருக்கு வாங்கிக்கோங்க. அம்மா கொடுங்க, சாப்பிடுங்க. சரிங்க. நாங்க வெஜ் தான் எப்பவுமே கொடுக்க, நான்வெஜ் கொடுக்க மாட்டேங்க.
ரொம்ப இன்னொருத்தர் இருக்காரா? இல்ல நாங்க வந்து தினமும் 51 பேருக்கு கொடுத்துட்டு இருக்காங்க. ஆமா, கேரளால ஒரு ட்ரஸ்ட் குருவாயூர் மஞ்சரிஸ் சொல்லிட்டு. அப்படியா? தெரியல அது எங்கேன்னு. அப்படியா? சரி, நாங்க தினமும் கொடுத்துட்டு இருக்காங்க. 51 பேருக்கு தினமும் கொடுத்துட்டு இருக்க சாப்பாடு. ஆமா ஆமா ஆமா. குருவாயூர் மஞ்சரிஸ் சொல்லிட்டு ஒரு ட்ரஸ்ட், அதுல நாங்க எல்லாரும் சேர்ந்து தினமும் 51 பேருக்கு கொடுத்துட்டு இருக்கோம். தேங்க்ஸுங்க தேங்க்ஸுங்க. சரிங்க, ரொம்ப தேங்க்ஸ் அப்பா. சரி வரேங்க. என்னங்க புரியல? அப்பார்ட்மெண்ட் நிறைய பேர் இருக்கா? கேட்டு பாருங்க அம்மு. ஆமா ஆமா ஆமா. കണ്ടിപ്പാ കൊടുക്കറേങ്ക ஞாயிற்றுக்கிழமை കൊടുക്കറേ. ശരി വരങ്ങ. അവര് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരുപാട് പേർക്ക് കൊടുക്കാനുള്ള അനുഗ്രഹം മഞ്ജരീസിന് ഉണ്ടാവട്ടെ എന്നാണ് പറയുന്നത്. ഒത്തിരി സന്തോഷം. ഹരേ കൃഷ്ണ. எனக்கு தண்ணி ஆயிடுச்சு அம்மு. சாப்பாடு வாங்கிக்கோங்க. மூணு. இல்ல 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 பிடிச்சிட்டு இது கீழே போயிடுச்சு. ഓക്കെ. അന്നേരം ഞങ്ങൾ തിരുവള്ളൂരിൽ ലാൻസറിൻ്റെ പ്ലാന്റിൽ വെച്ചിട്ടാണ് പരിചയപ്പെടുന്നത്. അങ്ങനെ നല്ല ഒരു ഫ്രണ്ട്ഷിപ്പായി. അമൃത എറണാകുളംകാരിയായിരുന്നു, പക്ഷേ അച്ഛൻ EBയിലാണെന്ന് തോന്നുന്നു അവളുടെ ഡാഡി വർക്ക് ചെയ്തത്. സോ അവർ കാലിക്കറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. സന്തോഷ് എന്നാണ് ഹസ്ബൻഡിൻ്റെ പേര്. അങ്ങനെ ഞങ്ങൾ നല്ല ഫ്രണ്ട്സായി. അങ്ങനെ തിരുവള്ളൂർ പ്ലാന്റിൽ വെച്ചിട്ട് അമ്മുവിൻ്റെ ചെരുപ്പ് പൊട്ടിപ്പോയി. ചെരുപ്പ് പൊട്ടിയപ്പോഴേക്കും അവൾക്ക് കാലിനൊന്നും എന്തോ വയ്യായികയോ എന്തോ ഉണ്ടായിട്ട് അവൾക്ക് നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവളിത് ലൈവ് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. നടക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഒട്ടും പറ്റാതെ ആയപ്പോഴത്തേക്കും ഞാൻ എൻ്റെ ചെരുപ്പൂരി അവൾക്ക് കൊടുത്തു. ഇതാ അമൃത, നീ ഇതിട്ട് നടന്നോളൂ എന്ന് പറഞ്ഞു. അപ്പം എന്നോട് ചോദിച്ചു, എടാ അപ്പം നിനക്കോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ലടാ, എനിക്ക് പ്രശ്നമില്ല, നീ അതിട്ട് നടന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ എൻ്റെ ചെരുപ്പാണ് അന്നത്തെ ദിവസം യൂസ് ചെയ്തത്. കാരണം ഞങ്ങൾക്ക് പുറത്ത് പോകാനുള്ള അനുമതിയില്ല. എനിക്ക് മാത്രം ഇവിടെ ചെന്നൈയിൽ വീടുള്ളതുകൊണ്ട് എനിക്ക് ഇവിടെ വീട്ടിൽ വന്ന് പോകാം. അവരൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് താമസിക്കുന്നത്. അങ്ങനെ അന്ന് മുതൽ ഞങ്ങൾ നല്ല ഫ്രണ്ട്സായി. ഭയങ്കര കട്ട ഫ്രണ്ട്സായി. മച്ചം ഫ്രണ്ട്സായി. ഇപ്പോഴും ആ ഫ്രണ്ട്ഷിപ്പ് തുടരുന്നു. അമൃതയുടെ അമ്മ മരിക്കുന്നതിൻ്റെ ഒരു 2 ദിവസം മുന്നേ ഒക്കെ ഞാൻ ചെന്നപ്പം അമൃത ഷട്ടിൽ ബാറ്റ് കളിക്കാൻ പോയതായിരുന്നു. അന്ന് എന്നോട് അമ്മ പറഞ്ഞായിരുന്നു, ഞാനും കൂടെ പോയാൽ അവൾക്കിനി അക്കയും അമ്മും മാത്രമേ ഉള്ളൂ, അവളെ കൈവിടല്ലേ എന്ന് പറഞ്ഞിരുന്നു. അമ്മയ്ക്ക് അന്ന് കൊടുത്ത വാക്ക് ഇന്നും തെറ്റിച്ചിട്ടില്ല. എൻ്റെ എല്ലാ ഇല്ലായ്മകളിലും സന്തോഷങ്ങളിലും പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലെല്ലാം അവൾ ഓടിയെത്തുമായിരുന്നു. ഇപ്പോൾ ചെന്നൈക്ക് വരണം എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇന്ന് എനിക്ക് മെസ്സേജ് ഇട്ടു, അമ്മു ഞാൻ വരുന്നുണ്ട്, സച്ചുവിനെ ഞാൻ സന്തോഷേട്ടൻ്റെ അടുത്ത് ആക്കാമെന്ന് വിചാരിച്ചു. അമൃതയുടെ മോളൊരു സിനിമയിലൊക്കെ പാടിയിട്ടുണ്ട്. അപ്പം സച്ചു എന്നാണ് അമൃതയുടെ മോൾക്ക് വെച്ച പേര്. എൻ്റെ മോന് വെച്ച പേര് സഞ്ജു എന്നാണ്. അതേപോലെ തന്നെ ഞങ്ങളുടെ വേറെയും 2 ഫ്രണ്ട്സ് ഉണ്ട്, സനിഷ എന്ന് പറഞ്ഞിട്ട്, ഡീന എന്നൊക്കെ പറഞ്ഞിട്ട്. അവരും ഇതുപോലെ ഞങ്ങളുടെ മക്കളുടെ പേരൊക്കെ ഓൾമോസ്റ്റ് 1-2 അക്ഷരത്തിൻ്റെ വ്യത്യാസത്തിലാണ് പേരൊക്കെ വെച്ചിരിക്കുന്നത്. അതും സച്ചുവാണ്. അങ്ങനെ ഒരു ഗ്യാങ് തന്നെ ഞങ്ങൾക്കിടയിലുണ്ട്. പിന്നെ ബാംഗ്ലൂരിലുണ്ടായിരുന്ന മിറ്റ്സുബിഷിയുടെ CRM രേവതി, അങ്ങനെ കുറേ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഫ്രണ്ട്ഷിപ്പ് വേറെ സൈഡിൽ കൂടെ മെയിൻറ്റെയിൻ ആവുന്നുണ്ട്. സോ അമൃതയുടെ ഡാഡിക്ക് അദ്ദേഹത്തിൻ്റെ ആത്മശാന്തിക്കായിട്ട് ഗുരുവായൂർ മഞ്ജരീസിൽ എല്ലാവരും പ്രാർത്ഥിക്കുക. അതുപോലെ ചന്ദ്രൻ അച്ഛൻ്റെ ആത്മശാന്തിക്കായിട്ടും
ഒപ്പം ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ഗുരുവായൂർ മഞ്ജരീസിൻ്റെ ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. അപ്പോൾ ഇന്ന് അമൃത വിളിച്ച് എന്നോട് പറഞ്ഞു, അവൾ എല്ലാ വർഷവും ഇങ്ങനെ ഇതിലാണ് കൊടുക്കാറ്, അനാഥാലയത്തിലൊക്കെയാണ് കൊടുക്കുക. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, അല്ലടാ ഡാഡിയുടേത് നീ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ നീ അത് ചെയ്യുമ്പോൾ ഡാഡിക്ക് സന്തോഷമാവും, നീ ഡാഡിയുടെ പേര് പറഞ്ഞ് കൊടുക്ക്, ഞാൻ പേയ്മെൻറ്റ് അയക്കാമെന്ന് പറഞ്ഞു. രാവിലെ തന്നെ പേയ്മെൻറ്റ് അയച്ചു. അങ്ങനെ ഇന്ന് രാവിലെ അവളെ വിളിച്ചു. നല്ല നല്ല കട്ട ഫ്രണ്ട്സാണ് എനിക്ക്. അവളുടെ വീട്ടിൽ അവൾ പെരിന്തൽമണ്ണയാണ് താമസിക്കുന്നത്. ഞാൻ ചിലപ്പോൾ വിളിച്ച് പറയും, അമൃത ഞാൻ വരുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ചെന്നാൽ പിന്നെ ഞങ്ങൾ ബിസ്മിയിൽ പോയി അവൾ എനിക്ക് ഇഷ്ടപ്പെട്ട എല്ലാം മേടിച്ചുകൊണ്ട് വന്ന് കുക്ക് ചെയ്തന്ന്. അവളുടെ വീട്ടിൽ എന്തെല്ലാം നല്ല നല്ല ഭംഗിയുള്ള ഗ്ലാസ് പാത്രങ്ങളുണ്ട്, അതൊക്കെ ഞാൻ എടുത്തുകൊണ്ട് വരും. അങ്ങനെയാണ്. പിന്നെ ഞാൻ ചെന്നാൽ പിന്നെ സച്ചു എൻ്റെ കൂടെ ഉറങ്ങാം. അങ്ങനെ നല്ലൊരു ഡീപ്പ് ഫ്രണ്ട്ഷിപ്പാണ്, ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ്. ഒന്നും പറയാനില്ലാത്ത, പകരം വെക്കാനില്ലാത്ത ഒരുപാട് സൗഹൃദങ്ങൾ ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം കൊണ്ട് എനിക്കുണ്ട്. അതിലൊരു പ്രധാന സ്ഥാനത്താണ് അമൃതയും ഫാമിലിയും. ഒരുപാട് സന്തോഷം. അപ്പോൾ ഇന്ന് അമൃതയുടെ ഡാഡിയുടെ ഓർമ്മ ദിവസമാണ്. അമൃത ഈ ലൈവ് കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല, ഞാൻ വിളിച്ചു നോക്കാം. ഒരു മിനിറ്റ് കേട്ടോ. അവളോട് പറയാത്തതായിട്ട് ഒരു കാര്യങ്ങളും ഇല്ല എന്നുള്ളതാണ്. ഞാൻ ഗുരുവായൂരിന്ന് വിട്ടപ്പോൾ ഫസ്റ്റ് കോൾ എനിക്ക് അവളുടെ ആയിരുന്നു വന്നത്, എന്താ ഉണ്ടായെന്നും ചോദിച്ചിട്ട്. നീ ഹാപ്പി ആണല്ലോ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, അതാണ് അവൾ ചോദിച്ചത്. പറഞ്ഞു ഇല്ലടാ ഓക്കെ ആണെന്ന് പറഞ്ഞു. ശരി അത് മതി മോളെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഹാപ്പി ആണെടാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണ്. ഞാൻ എവിടെയാണെങ്കിലും വരും, ചെന്നൈയിലായാലും എറണാകുളത്തായാലും ഗുരുവായൂരാണെങ്കിലും എവിടെയാണെങ്കിലും വരും. നോക്കട്ടെ. ഹലോ, അവള് കോൾ ഡിസ്കണക്ട് ചെയ്തു. ചിലപ്പോൾ ഇപ്പം വിളിക്കും തിരിച്ച്, വർക്കിലായിരിക്കണം അല്ലെ ഓഫീസിലായിരിക്കണം. ലൈവിൽ കയറാൻ പോലും സമയമില്ലല്ലോ, അവൾ വിളിക്കും. എന്തായാലും വൈകാതെ ഞാൻ അവളെ നിങ്ങൾക്ക് ലൈവിൽ കാണിച്ചു തരാം. ഗുരുവായൂരുണ്ടായപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. വന്ന് എൻ്റെ അടുത്ത് ഞങ്ങൾ ഒരുമിച്ച് ഗുരുവായൂരൊക്കെ തൊഴുത് വളരെ സന്തോഷത്തോടെയാണ് പോയത്. പിന്നെ അമൃതയുടെ ഹസ്ബൻഡ് സന്തോഷേടൻ്റെ അച്ഛൻ മരിച്ചപ്പോഴും ഞാൻ അമൃത എടാ ഞാനേ അന്നദാനം കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടാ. നീ എവിടെയാ? ഓഫീസിലാണോ? ഓക്കെ ശരി, ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ, ലൈവില് കണ്ടോളൂ കേട്ടാ. ഓക്കേടാ ശരിടാ. ബൈഡാ. ഓക്കേടാ ശരി കേട്ടാ. അവളിപ്പം ഓഫീസിലാണ്, വണ്ടിയിൽ പിടിച്ചിരിക്കുന്നുണ്ട്. ലൈവിൽ ഇപ്പം കയറാമെന്ന് പറഞ്ഞു. ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അവളുടെ ചേച്ചി ദുബായിലാണ്, ദുബായിലേക്ക് പോയി. പിടിച്ചിരിക്കുന്നുണ്ട്. ഞങ്ങൾ ഡ്രസ്സ് എടുക്കുന്നതും എല്ലാം ഒരുപോലെയാണ്. ഞങ്ങളുടെ കുറേ ഫ്രണ്ട്സ് ഉണ്ട് അങ്ങനെ. പിന്നെ കഥകൾ പറയുകയാണെങ്കിൽ ഇഷ്ടംപോലെ കഥകളുണ്ട്, പെട്ടെന്നൊന്നും പറഞ്ഞാൽ തീരാത്ത കഥകളാണ്. ഞാൻ എറണാകുളത്ത് ഉണ്ടാകുമ്പോൾ അവൾ അവിടെ വരും. എന്നിട്ട് ഞങ്ങളുടെ ഒരു 5-6 ഫ്രണ്ട്സ് വേറെയുണ്ട്. എല്ലാവരും കൂടെ കൂടി ഒരു പ്രാവശ്യം ഞാനൊരു പുതിയ വണ്ടി എടുത്തു, i20 സ്പോർട്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അവളും എടുത്തു i20 സ്പോർട്സ്. എൻ്റെ ദൈവമേ, ഇതും കൊണ്ട് ഞങ്ങൾ പാതിരാത്രിക്ക് ഈ വണ്ടി എടുത്ത് ഞങ്ങളുടെ 4 ഫ്രണ്ട്സും കൊണ്ട് നേരെ ഇവിടെ പോയി, ഫോർട്ട് കൊച്ചി പോയി. രാത്രി ഒരു 11-12 മണിയായി കാണും. ഫോർട്ട് കൊച്ചി പോയി ഏതാണ്ട് സാധനം മേടിക്കാൻ വേണ്ടി ഞാനും ഇവളും വണ്ടിയിലിരുന്ന്, ബാക്കി ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാം ഇറങ്ങി. ഈശ്വര, ഇത് കിടന്നിട്ട് ബസറടിക്കാൻ തുടങ്ങി എന്തോ കാര്യത്തിന്. അന്ന് i20 സ്പോർട്സ് പുതിയതായിട്ട് വന്ന വണ്ടി ആയതുകൊണ്ട്
ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് ഇതിൻ്റെ ഒരു ABCD അറിയില്ല ഞങ്ങൾക്ക്. നാരായണ ഉള്ള ആൾക്കാർ മൊത്തം വന്നു ഇതെന്താണെന്ന് ചോദിച്ചുകൊണ്ട് അവസാനം അവിടെ ഉണ്ടായിരുന്ന ട്രാഫിക് പോലീസുകാരനെ വിളിച്ച് പോലീസുകാരനോട് പറഞ്ഞിട്ട് അയാൾ വന്നിട്ടാണ് അത് ഓഫ് ചെയ്ത് തന്നത്. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ. അന്നദാനം കൊടുത്തോണ്ടിരിക്കുകയാണേ മാതാജി. பார்த்து 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 தண்ணி வாங்கிக்கோங்க, தண்ணி வாங்கிக்கோங்க. ഞാൻ കരഞ്ഞാൽ അവളും കരയും, അവള് കരഞ്ഞാൽ ബാക്കി ഞങ്ങളുടെ ഫ്രണ്ട്സ് മൊത്തം കരയും. അങ്ങനെയൊക്കെയാണ്, എന്തിനും ഏതിനും കട്ടയ്ക്കാണ്. കുറേ ഫ്രണ്ട്സ് ഉണ്ട്, ഇവരുടെയൊക്കെ നമ്പർ എൻ്റെ അമ്മ എഴുതി വെച്ചിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് വിളിക്കും ഞാൻ. എന്നിട്ട് അമ്മ എന്നോട് പറയും എറണാകുളം പോകാമെന്നും പറഞ്ഞ് പോവും. പോണ വഴിക്ക് അവൾ പെരിന്തൽമണ്ണ ഇറങ്ങും, അവിടെ നിന്ന് അവൾ പാലക്കാട് പോവും. കറങ്ങി തിരിഞ്ഞ് എപ്പോഴാ എത്തണേന്ന് ഒരു ഐഡിയ ഉണ്ടാവില്ല. നാരായണ ലൈവിലാണ്. അവരോട് മേലെ കൊണ്ടു കൊടുക്കാൻ പറയാം, ഇറങ്ങി നിൽക്കാൻ പറയാൻ. എനിക്ക് അവിടെ വേറെ ഫോണൊന്നുമില്ല, മേലെ കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെയാണ്. എടേ പോടേ സുധിപ്രഭു കാണിച്ചരാട്ടാ. ആ അച്ഛൻ്റെ ചിരി കണ്ടോ, നമ്മളെന്നും ഭക്ഷണം കൊടുക്കുന്നുണ്ട്. நல்லா இருக்கீங்களாப்பா? ரெண்டு வச்சுக்கோங்க நைட்டுக்கு. சரிங்கப்பா வரேன். ഹരേ കൃഷ്ണ. മാക്സിമം നമ്മുടെ മഞ്ജരീസിൻ്റെ അന്നദാനമൊക്കെ എല്ലാവരും ഷെയർ ചെയ്യാം. അന്നദാനം ഷെയറിങ് വളരെ കുറവാണ്. നമ്മൾ വിശക്കുന്ന ഒരാൾക്ക് ഓയ് വാങ്ക என்ன யோசனை பண்ணிட்டு இருக்கீங்க, என்ன யோசிச்சுட்டு இருக்கீங்க? வாங்க சாப்பாடு வாங்கிக்கோங்க. வியாபாரம் எல்லாம் எப்படி போகுது? அதெல்லாம் வரும், தைரியமா இருங்க. அவங்களுக்கு கொடுக்கணும்ல, கொடுத்துட்டீங்களா? சரி ஓகே. ரொம்ப யோசிக்காத, சந்தோஷமா இருங்க. சரிங்க. இந்த பக்கம் வாங்கம்மா, வாங்கிக்கோங்க. வாங்க வாங்கிக்கோ வாங்கிக்கோ. தண்ணி தான் அங்க வாங்கிக்கோ. ஆ இருக்கு இருக்கு, வாங்கிக்கோங்க சாமி. സ്വാമി ശരണം. നമ്മളുടെ ഫുഡ് ഡിസ്ട്രിബ്യൂഷനാണ്. ഒരാൾ പോലും വിശന്നിരിക്കാൻ പാടില്ല. ആ ഇരിക്ക്, വാങ്ങിക്കോങ്ക. தண்ணி வாங்கிக்கோங்க, தண்ணி வாங்கிக்கோ. தண்ணி இருக்கு, தண்ணி வாங்கிக்கோ. വിശക്കുന്ന ആർക്കായാലും നമ്മൾ ഭക്ഷണം കൊടുക്കാം. വിശക്കുന്നവർ വന്ന് കൈ നീട്ടിയാൽ നമ്മൾ ഭക്ഷണം കൊടുക്കും. சரி வேணுமா? அதோ அம்மா, இதோ இவங்களுக்கு உங்க இதோ இது வச்சுக்கோம்மா. அக்கா இது கொஞ்சம் வச்சு விடுங்கம்மா. இந்த பக்கம் வாங்க அம்மா, இந்த பக்கம் வாங்க. தண்ணி வாங்கிக்கோங்க. சரி வரேங்க. சரி வரேம்மா, சந்தோஷமா இருங்க. ஆ ஆமாம். ஓ அப்படியா, செக்யூரிட்டிங்களா? சரி கொடுக்கலாம்.
ഹരേ കൃഷ്ണ. നമ്മൾ അന്നദാനം കൊടുക്കാന്ന് പറയുന്നത് വലിയൊരു കാരുണ്യമാണ്, ചെറുതല്ല. വിശക്കുന്നവർ മാത്രമേ ഭക്ഷണം വന്ന് വാങ്ങൂ അല്ലേ? വിശന്നിരിക്കുന്നവൻ്റെ മുമ്പിൽ ഭക്ഷണം ഈശ്വരനാണ്. ഓക്കെ, അതുകൊണ്ട് മാക്സിമം നമ്മൾ ഡെയിലി മഞ്ജരീസിൽ ശ്രീല പ്രഭുപാജി ഇസ്കോൺ ചെയ്ത സമയത്ത് അദ്ദേഹം ആദ്യം തുടങ്ങിയത് അന്നദാനമാണ്. ഒരിക്കലും അന്നദാനം ഇല്ലാതിരിക്കുന്ന ഒരു ദിവസം പോലും ഇസ്കോണിലില്ല. അതേപോലെ മഞ്ജരീസിലും അന്നദാനം ഇല്ലാത്ത ദിവസങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ നമുക്ക് പ്രത്യേകം ഒരു സ്ഥലങ്ങളോ അല്ലെങ്കിൽ ഒരു ഐഡൻറ്റിറ്റിയോ ഒന്നും നമുക്ക് അങ്ങനെ ഒരു പ്രത്യേകം ഒരു സ്ഥലം ഇങ്ങനെ ഇസ്കോൺ ടെമ്പിൾ പോലെയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് കുറേ പരിമിതികൾ നമ്മളിങ്ങനെ ഓരോരോ സ്ഥലങ്ങളിൽ കൊടുക്കുന്നത്. പിന്നെ അതിന് മാത്രമുള്ള ഉള്ള കൊടുക്കണം, മാൻ പവറും നമുക്കില്ല. ഉള്ള പരിമിതികളിലാണ് നമ്മളിതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ പരിമിതികൾ വെച്ച് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ചില ദിവസങ്ങൾ വിട്ടുപോകുന്നത്. അണ്ണാ വാങ്ങ, ஓடி வாங்க, சாப்பாடு வாங்கிக்கோங்க. ஏங்க இது கிழிக்கிறீங்க, வேண்டாம் எங்களுக்கு அது. அப்படியா? வாங்கிக்கோங்க, அப்போ சந்தோஷமா வாங்குங்க. வாங்க அண்ணா, இதோ சாப்பாடு வாங்கிக்கோங்க. இதோ அம்மா அங்கெல்லாம் ஓடி வராங்க, அவங்க எல்லாம் நிறைய பேர் வராங்க. வாங்க. கொடுத்தவங்க எல்லாம் ஒரு ஃபேமிலியா பார்த்துட்டு இருக்காங்க. தண்ணி வாங்கிக்கோங்க. தண்ணி இருக்கு, கீழே இருக்கு, அவங்க கிட்ட இருக்கு. വണ്ടിയിൽ പിടിച്ചിരിക്കുന്നുണ്ട്. വാങ്ങിക്കോங்க. താങ്ക് യു സോ മച്ച്. എനിക്ക് ഈ ചേട്ടൻ കൊടുത്തോ. ഹരേ കൃഷ്ണ. സൂപ്പർ. നമ്മുടെ കിച്ചൂട്ടനെ കൊടുത്തിട്ട് കഴിക്കാം. ரொம்ப താങ്ക്സ് അണ്ണ. இல்ல, இதோ வராரு, அவர் அம்மா கூட வராங்க. இதோ அந்த அம்மா வராங்க பாரு. வாங்கிக்கோங்க, தண்ணி வாங்கிக்கோங்க. அவ்வளவுதானே? சரி, நீ தண்ணி வாங்கிக்கோ, தண்ணி வாங்கிக்கோ. അയ്യോ, ഇത് കണ്ടോ, ഒരു കുപ്പീൻ്റെ അകത്ത് വെള്ളമില്ല. ആഹാ, പരവായില്ല, അവർക്കേ കൊടുക്കാം. അയ്യോ, ഒരമ്മ വരാங்களே. ഒരു അമ്മക്ക് இது தண்ணி யாராவது கொடுத்துக்கலாம். இந்தாங்கம்மா, இந்தாங்கம்மா, அம்மா வச்சுக்கട്ടോ, குடிக்க வரும் தண்ணி. இந்தா குடிச்சுக்கோ அண்ணா. சரி, നമുക്ക് ഇന്ന് 58, 54, 58. ശരി, വരാം കണ്ണ, നാളെ പാപ്പം. വരാം അണ്ണാ, ബൈ. താങ്ക് യു. താങ്ക്സുங்க, താങ്ക്സുங்க. പോയിട്ട് വരാം. മാല വാങ്ങണം. 54, 53 ഫുഡും പിന്നെ 58 വെള്ളം കണ്ടിട്ടായിരുന്നു. അതാണ് എക്സ്ട്രാ വന്നത് വെള്ളം. ഒരുപാട് സന്തോഷം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ അന്നദാനം കഴിഞ്ഞു. വിശക്കുന്ന എല്ലാവർക്കും നമ്മൾ ഭക്ഷണവും വെള്ളമൊക്കെ കൊടുത്തു. ഒത്തിരി സന്തോഷം. എല്ലാവർക്കും എല്ലാവിധ ആരോഗ്യ സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ. എനിക്കൊരു പഴം തന്നു, അതും ഒരു ഫ്രൂട്ട്. ഏയ് തമ്പി, ஆமா, அது ஒரு ஜப்பான் ஃப்ரூட். அது வேண்டாம், சாப்பிட்டுக்கோ கண்ணா. നമുക്ക് കിച്ചൂട്ടന് വെച്ചിട്ട് കൊടുക്കാം. അതിൽ നിന്ന് ആ പാവം കുഞ്ഞിന്, അവനത് കഴിക്കുന്നുണ്ട് ആ പഴം. തിരിഞ്ഞു നിന്നിട്ട് ആള് കഴിക്കണം. കണ്ടോ കണ്ണാ, പാവം.
ചെറിയ കുട്ടി ഇല്ല, ഞാൻ കഴിച്ചിട്ടില്ല. ഞാൻ ചെന്നിട്ട് ഉണ്ടാക്കണം, എനിക്ക് സമയം കിട്ടിയില്ല. ക്ലാസ് കഴിഞ്ഞ് പിന്നെ കുറച്ച് എഴുതാനുണ്ടായിരുന്നു, അതൊക്കെ എഴുതി. ഞാൻ അങ്ങ് എടുത്തിട്ട് மாட்டிட்டு அங்கே அன்னதானம் கொடுத்தோம். உங்கள் ஆள் தான் வாங்கி சாப்பிட்டாங்க, அதனால் அதனால அதை சொல்கிறாங்க. சரிங்க, உங்களுக்கும் கொடுக்குறேன். சரிங்க, ஓகேங்க, பாய். ടോക്കൺ കേട്ടപ്പോഴത്തേ ഞാൻ പറയും ഞാൻ എടുത്തു എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും പുള്ളി എനിക്കും കള്ളത്തിന് പറയുമ്പോൾ ചിരി വന്നു. അപ്പോഴത്തേക്കും പുള്ളി എന്നോട് നിക്ക് 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 പറഞ്ഞ് ഓടി വന്നു. ഞങ്ങളറിയില്ല അവിടെ അന്നദാനം കൊടുക്കാൻ പോയതാണ് ആ ഗേറ്റിൽ. നാളെ നിങ്ങൾക്ക് ഫുഡ് തരാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ചിരിച്ചുകൊണ്ട് പോയി. ഹരേ കൃഷ്ണ. ഇന്ന് എന്താ സ്പെഷ്യല്? ഇന്ന് എന്താണ് ഇത്, മറ്റേ ഉരുളക്കിഴങ്ങ് കറിയില്ലേ, അത് ഉണ്ടാക്കണം. ശരി, ஹரே கிருஷ்ணா. அம்மோ இதெல்லாம் உள்ளவே அம்மோ. இந்த பாட்டில் அந்த ஆளுக்கே கொடுத்துக்கலாம். ஆமாம், அதை எடுத்து நமக்குள்ளே வச்சுருக்காங்க. ஒரு பாட்டில் எக்ஸ்ட்ரா வாங்கணும். ஹரே கிருஷ்ணா. ஆ, ഹരേ കൃഷ്ണ. അപ്പോൾ ശരി കേട്ടോ. ഒന്നല്ല, ഞാൻ മാല വാങ്ങാൻ കയറുകയാണ്. அதுக்கு மேல எனக்கு சாமிக்கு வச்சுட்டு கொடுக்கலாம் நினைச்சேன். சின்ன பிள்ளை அந்த அம்மா தூக்கி தூக்கி தலையில வச்சுட்டே இருப்பாரு. ഇടയ്ക്ക് പപ്പായ കറി വെക്കാൻ ഇവിടെ പപ്പായ കിട്ടണ്ടേ, പച്ച പപ്പായ കിട്ടണ്ടേ. കിട്ടിയാലല്ലേ വെക്കാൻ പറ്റുള്ളൂ. നല്ല ഭംഗിയില്ലേ? യെസ് 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 യെസ്, കിട്ടി കിട്ടി. തമ്പി തമ്പി എவ்வளோ இது? கிலோ 150. ஒரு ½ கிலோ கொடுங்க. 100 ரூபாய் போடுங்க. அம்மா இதில் இருக்கிற 100 ரூபாய் அம்மா. പൂജയ്ക്ക് വേണ്ടിയിട്ടാ. നമ്മുടെ തെച്ചിപ്പൂ ഈ ഇவ்வளோ ரேட்டு. പൂജയ്ക്ക് വേണമല്ലോ നമുക്ക്. ഈ ഫോൺ രണ്ടും മാറി മാറി അടിച്ചുകൊണ്ടിരിക്കും. അമ്മ ഇത് കൊഞ്ചം കുടിയിടാം. ആൻറ്റിയെ കൊണ്ട് എനിക്കൊരു സ്വൈര്യമില്ലാണ്ട്, എൻ്റെ അമ്മയുടെ സിസ്റ്ററാ. വരുന്നില്ലേ 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 എന്ന് ചോദിച്ചിട്ട് എനിക്കൊരു எங்கே நான் சொல்லிட்டு போனேன்ல, பூ மாலை கட்டி வைக்க சொன்னேன்ல ஒரு டிசைனில். அவங்க எங்கே இருந்தாங்க? எங்கே நான் சொன்னேன் பூ கட்டி வச்சுட்டிங்களா? ரெடியாக இருக்கா? ஐயோ மறந்துடுச்சு அண்ணா. நீங்க ஊருக்கெல்லாம் போக கூடாதுங்க. ஐயோ நாங்க எல்லா தினம், ஆமா அதோ கேட்டு பாருங்க, தினமும் வந்துட்டு தான் இருக்கு. ஆமா ഇവിടെ പെൻഡിങ് ആണ്. அது சொல்லு. ஓகே 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 ஓகே. இப்போ அப்போ சாமியா இருந்தார்ல, எங்க ரெடி ஆயிடுச்சா நம்ம மாலை? இல்லை இன்னும் மறந்துட்டாங்க. உள்ள இருக்கா?
ரெட் ஆமாம், டிசைன் இல்லை, கொஞ்சம் வித்தியாசமான ஒரு டிஃப்ரெண்ட் மாலை. எவ்வளோ நேரம் ஆகும்ண்ணா? இது பூ மார்க்கெட். சரி, நான் அங்கே போயிட்டு வரேன், நீங்கள் அதை ரெடி பண்ணி வைங்க. ഇത് പൂ മാർക്കറ്റ്. അയ്യോ, ഞാൻ ഈ ഫോണ് മാതാജി കുറച്ച് വേണ്ടി വിളിക്കാൻ, ഞാൻ പുറത്താണ്. ഹലോ ഹലോ, അരുകമ്പുള്ള துளசி எவ்வளோங்க? கொடுங்க, 50 ரூபா கொடுங்க. கவர் இல்லைங்க, அல்ல அது வேற வீட்டுக்கு. ഹലോ, ആ മാതാജി വാട്സപ്പിൽ ഇട്ട് വെച്ചോ, ഞാൻ പുറത്തുള്ള മാർക്കറ്റിലുള്ള കേട്ടോ, ഞാൻ നോക്കിക്കോളാം. ആ കുഴപ്പമില്ല കുഴപ്പമില്ല, കുറേ മെസ്സേജ് ഉണ്ട്, 1000-ഓളം മെസ്സേജ് ഉണ്ട്, കുറച്ച് ദിവസം ആവും നോക്കാം, ഞാൻ ഓരോന്നോരോ നോക്കിക്കോളാം. ഓ നോക്കാം മാതാജി, നോക്കാം. ശരി ശരി. 50 രൂപ അണ്ണാ. അമ്മ എന്താ 100 രൂപ ബാലൻസ് உள்ள இருக்கா? கொடுத்தாச்சு 50 ரூபா. இல்லை, அவங்க 100 ரூபாய் பேலன்ஸ் கொடுத்தாங்க. ஓ சரி சரி, அப்போ இந்த 50 அதில் இருந்தது. இல்லை, நான் ஏன் நினச்சேன் 50 രൂപയുടെ തുളസി മേടിച്ചു. ஆமாம் ஆமாம், கரெக்டு. இனி எனக்கு இது வில்லும் வேணும்பா. வில்வா റോസാപ്പൂ കണ്ടോ? ഈ പൂ വേണോ? ആഹാ, അന്ത പൂ വേണ്ട, നമുക്ക് ഈ വഴി പോവാം. இங்கே க்ரௌடாக இருக்குல்ல. തുളസി വേണമല്ലോ നമുക്ക് ഭഗവാന്റെ പൂജയ്ക്ക്. തുളസി വേണം. ഇത് എന്താ പറയുക, മഞ്ഞപ്പൂ മേടിച്ചില്ല, മഞ്ഞപ്പൂ വേണം, തെച്ചി വേണം, മറ്റേ എന്തായാലും പേര് വില്ലും എന്നുള്ളതിന് എന്തായാലും നമ്മൾ പറയാം മലയാളത്തിൽ, കൂളത്തിൻ്റെ അല്ല, അത് വേണം. മാ വില്ലും ഇത് വില്ലും കൊടുങ്ക. மாலை வேண்டாம் எனக்கு. உதிரி கொடுங்க. 20 ரூபா போதும், தினமும் வாங்கிட்டு இருக்கல. என்னம்மா? அருகம்புல்லும் வேணும். எவ்வளோம்மா அது?
தாமரை வேண்டாமா? போதும் போதும், நாளைக்கு வாங்கிக்கிறேன் மீது. அம்மா பைசா பைசா எவ்வளோ ஆச்சு அப்போ? 60? 40 ரூபாய்க்கு. அது காமிடா, அது காமி, இந்த கவர் காமி. കറുകപ്പുല്ല്, താമര 20 രൂപയ്ക്ക് താമരയും മേടിച്ചു. ഇല്ല, കറക്റ്റ് ആയിடுச்சு. നീ ഇത് മഞ്ഞപ്പൂ വാങ്ങ. വാങ്ങിയിട്ടമ്മോ? വേണ്ട വേണ്ട, இங்க வாங்க. இங்க வாயா. இந்த ஆளு வேண்டாம். எவ்வளோண்ணா? வேண்டாம் வேண்டாம். ஆமாம் ஆமாம் ஆமாம். எவ்வளோ என்னது? കനകാംബരം കണ്ടോ? കനകാംബരം. തമ്പി എവ്വളോ? ഇത് 160, ഇത് 200. எவ்வளோ தம்பி? இது எவ்வளோ? 140 மேடம். 160 ரூபா போட்டா 200 போட்டா 140 நியாயம். வேண்டோ, வேண்டாம் வேண்டாம் வேண்டாம். தம்பி எவ்வளோ தம்பி? 140. எவ்வளோ என்னது? 18. அண்ணா எவ்வளோ என்னது? 180 சொல்கிறான். இங்கே 140 இருக்கு. எவ்வளோ அப்போ அது? 1 கிலோ 130. 130 1 கிலோ. ஒரு 1/2 கிலோ கொடுங்க. பார்த்து கொடுங்கண்ணா, பார்த்து சொல்லி கொடுங்க. நாங்கள் தினமும் வாங்கிட்டு இருக்கோண்ணா. இருக்கட்டும், இருந்தாலும் அது கரெக்டு தான். நீங்கள் மட்டும்தான் கம்மியாக போடுறாங்க. 1/2 kg போடுங்க. எப்படி விற்கிறா? விற்றா ஏற்றுவா, விற்கலாம். ஒரு 50 இல்லை 30, 50 இல்லை 30, 100 எடுங்க. 50 இல்லை 30. அது எவ்வளோ இருக்குண்ணா? சரி. ஆ 50 இல்லை 30. അങ്ങനെ നമ്മൾ പൂവും മേടിച്ചു. കുറേ പൂ വേണം നമുക്ക് അവിടെ പൂജയ്ക്ക്. മഞ്ഞ വേണം, ചുമപ്പ് വേണം, കറുകപ്പുല്ല് വേണം, കൂളത്തിൻ്റെ ഇല വേണം, കുറേ പൂ വേണം. പൂവിന് തന്നെ നമുക്ക് നല്ലൊരു എക്സ്പെൻസാണ്. ഭഗവാൻ ഇരിക്കുന്നോണ്ടേ പുലർച്ചെ 2:30 എനിക്ക് പൂവില്ലെങ്കിൽ ഒന്നും നടക്കില്ല. ആ സമയത്ത് പോകാൻ പറ്റില്ലല്ലോ. എന്താ തമ്പി പാരിടാം. നിങ്ങൾ ഓരോരുത്തരും വിളിച്ചിട്ട് ഇങ്ങനെ മാതാജി പ്രാർത്ഥിക്കണേ, മാതാജി അങ്ങനെ മാതാജി ഇങ്ങനെ മാതാജി എന്ന് പറയുമ്പോൾ പ്രാർത്ഥിക്കണ്ടേ? പ്രാർത്ഥിക്കുന്നതിന് പൂവിട്ട് പ്രാർത്ഥിക്കണ്ടേ ഭഗവാന്റെ മുന്നിൽ? ദേവിയുടെ മുമ്പിൽ ഇങ്ങനെ ഓരോ പൂക്കളായിട്ട് ഇട്ടിട്ടിട്ടിട്ട് നിങ്ങളുടെ ഓരോ ആവശ്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കണ്ടേ? എന്നാലല്ലേ കാര്യം നടക്കൂ. അല്ലേ കാര്യം നടക്കുമോ? അപ്പം അതിന് കാരണം ഇങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച്
നാരായണ നാരായണ. ഇതും പൂ മാർക്കറ്റാണ് കേട്ടോ. വേഗം മെസ്സേജ് ഇടും. അമ്പിളി മാതാജി പ്രാർത്ഥിച്ചിട്ട് കാര്യം നടന്നോട്ടോ മാതാജി. 2:30 മണിക്ക് എഴുന്നേറ്റിരുന്ന് കുളിച്ച് ഭഗവാന്റെ മുമ്പിൽ ഓരോ പൂക്കളും ഓരോ തുളസിയിലിട്ട് അർപ്പിച്ച് പ്രാർത്ഥിച്ചെടുക്കണ്ടേ. പൂക്കൾ വേണ്ടേ? എന്നാച്ചനാ എങ്ക എങ്ക எவ்வளோ நேரம் ஆகண்ணா? நேத்தே சொல்லிட்டு போனோம்லண்ணா, டைம் ஆச்சுண்ணா எனக்கு. ஐயோ சாமி, சரி எனக்கு வேற கொடுங்க, அப்ப நான் கிளம்புறேன். டைம் ஆச்சு. இல்லை எனக்கு வெளியே போகணும்ண்ணா, டைம் ஆகுது. அதான் நேத்தே சொல்லிட்டு போனோம்ல, டைம் ஆகுது, வெயிட் பண்றதுக்கு டைம் இல்லைங்க. அதான் நேத்து வந்து நான் சொல்லிட்டு தானே போனேன். ஆமா சரி ஓகே. ஹரே கிருஷ்ணா. அப்ப காணாட்டோ. இந்த 2 மாலை எடுங்க. நான் இதெல்லாம் கொஞ்சம் அழகா கட் பண்ணுங்க. இதெல்லாம் கட் பண்ணி வைங்க. ஆஹா இல்ல இல்ல, நீங்க வேற. அப்படி இல்ல நீங்க அது நல்லா கட் பண்ணுங்க. அந்த கொம்பு இதெல்லாத்தையும் கட் பண்ணி கொடுங்க. பாருங்க அம்மு எப்படி வச்சிருக்காம பாரு. பாதி வேலை எங்களுக்கே கொடுக்குறீங்க. அது அழகா கட் பண்ணுங்க அண்ணா. அது இல்ல, இந்த மாலை கொடுங்க. இந்த 2 மாலை கொடுங்க. நல்ல மாலையெல்லாம் பின்னாடி வச்சுட்டு. ஆமா அந்த 2 மாலை தான் வேணும். அம்மோ எது எடுக்கிறது பாருங்க அம்மோ. அது வேண்டாம் அது வேண்டாம், அது பின்னாடி அதுக்கு பின்னாடி போயிடுங்க. நல்ல மாலையெல்லாம் பின்னாடி வச்சுட்டு காஞ்ச பூவெல்லாம் வெளியே வச்சிருக்கேன். எங்களை ஏமாத்துறதுக்காக ட்ரை பண்றேன். பத்தாதுங்க. இது நல்லா கட் பண்ணி கொடுங்க. അങ്ങനെ പറ്റൂലല്ലോ. அமிர்தா தேங்க்யூ டியர். அந்த ஒயிட்டில் ஒயிட் நம்ம எப்பவுமே போயிட்டு வாங்கிட்டு போகிறது. சரி அந்த ஒயிட்டு கூட கொடுங்க 2. இப்போ நேற்று சொல்லு செய்யலையா? ஆமாம் செய்யலை. அந்த ஒயிட்டு வேண்டாம்ல, ரெட்டு வாங்கிக்கலாம். இந்த ரெட்டு கொடுங்க. அதுவும் எடுங்க. 4 கொடுங்க எனக்கு. தேங்க்யூ அமிர்தா, தேங்க்யூ ஸோ மச். நீங்கள் தொட்டது நல்லா இல்லை. அப்போ வேற എടുത്തു കൊടുറാ. നീ വായോട്ടോ ചെന്നൈയിലേക്ക്. മിസ് യു ഡിയർ. കണ്ടോ നിന്റെ ഫേവറേറ്റ് സ്ഥലം? പൂക്കളുടെ ഒരു ശേഖരം. വേഗം സച്ചുവിനോടും സന്തോഷേട്ടനോടും പറഞ്ഞിട്ട് ഇങ്ങോട്ട് കയറും. ഓക്കെ, പ്രാർത്ഥിക്കുന്നു. ஹரே கிருஷ்ணா. அப்போ நம்ம மாலை இங்கே அவர் கிளியர் ஆகிடும். நான் நேற்றே வந்து சொல்லிட்டு போனேன் அண்ணா. யாரும் இருக்கட்டும், ஆனால் செஞ்சு வச்சிருந்தால. ஆமாம் நான் நேற்று தான் வந்து சொன்னேன்ல, வேறொரு அண்ணன்ட்டு. നമ്മുടെ പൂ അപ്പം റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. നല്ല ഇല്ലമ്മോ, നല്ല ഇല്ല அந்த மாலை. இந்த மாலை நல்ல இல்லை. മാല വാങ്ങുന്നതേ ഒരു ടാസ്ക്കാണ്. നോക്കി മേടിച്ചെടുക്കണം. ഇവരിങ്ങനെ കെട്ടി വെക്കല്ലേ. നമ്മുടെ കിച്ചൂട്ടനും രാധാറാണിക്കുള്ള മാലകളാ അവരിടുന്ന വനമാല. இதோ ஒரு கொம்பு நிற்கிது பாருங்க. அப்புறம் நல்லா கட்டிக்கணும்ல. நாங்கள் தினமும் வாங்குறோம்ல. இல்லை பூவெல்லாம் கீழே போதாண்ணா, நான் சொல்லிட்டு இருந்தாங்க. ഞാൻ പറഞ്ഞ മോഡൽ പൂ വേറെയായിരുന്നു, പക്ഷെ അവർ നമുക്കിന്ന് തന്നത് വേറെയായിരുന്നു. അതാണ് പ്രശ്നമായത്. நாளைக்கு அது கட்டி வச்சிருங்கண்ணா, மறக்காம கட்டி வச்சிருங்க. நாளைக்கு இந்த நேரத்தில் நான் வந்துடுறேன். சரியா? போட்டாச்சு. നല്ല മഴ വരുന്നുണ്ട് ഇവിടെ. മാതാജി ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വിളിക്കോ? നല്ല മഴ വരുന്നുണ്ട് ചെന്നൈയിൽ.
എനിക്ക് ആ മാല ഇഷ്ടമായില്ല. എന്താ അത്, നമ്മൾ വേറൊരു മോഡൽ പറഞ്ഞിട്ട് അത് പറഞ്ഞത് ചെയ്യാതെ അവർ വേറെ ചെയ്തു വെച്ചിരിക്കുന്നു. ശരി പോട്ടെ, സാരല്ല, എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പം തോരണം ഉണ്ടാക്കുന്നുണ്ടോ? വാമു அம்மா வாய் ஜாஸ்தி நீ போய் தொட்டுட்டேன்னா அவ்வளோதான் ஞாபகம் ஆகுது சொல்லிட்டு பூவை ഇത് കണ്ടോ മുല്ലപ്പൂ ഒക്കെ, മുല്ലപ്പൂ, കനകാംബരം, തോരണം. എങ്ങനെയുണ്ട്? വെറ്റില. അപ്പൊ ശരി, നമുക്ക് കാണാം. ഓക്കെ, എന്നാൽ നമുക്ക് കാണാം. ഞാൻ പോയിട്ട് വരാം. പച്ചക്കറിയൊക്കെ മേടിക്കാനുണ്ട്. വൈകുന്നേരത്തെ ക്ലാസ്സിൽ കാണാം. എനിക്ക് ഫുഡ് ഉണ്ടാക്കി കഴിച്ച് ജിമ്മിൽ പോകാൻ സമയമായി. പോട്ടെ, പോയിട്ട് വരാം കേട്ടോ. നോമിൻ്റെ പേടകം എന്താടാ? ഇതാണ് എൻ്റെ പേടകം. ഈ പേടകവും കൊണ്ടാണ് ഇവിടെ നടക്കുന്നത്. പണിയായി. ഒരു 4 വർഷമായിട്ടുള്ളൊരു എൻ്റെ ഇരട്ടച്ചങ്കനാണിത്. ഇവനാണ് എൻ്റെ ഇവിടുത്തെ സാരഥി. ഇതിനെ ഞാൻ അവിടുന്ന് കോഴിക്കോട് നിന്ന് ട്രെയിൻ കയറ്റി കൊണ്ടുവന്നതാണ്. ഇതില്ലാണ്ട് ഇവിടെ നമുക്ക് നടപടിയാവൂല. ഓക്കെ, TVS എൻ്റെ ആണ്. എൻ്റെ സ്വന്തം കോഴിക്കോട് രജിസ്ട്രേഷൻ കണ്ടില്ലേ മോനെ? KL11BS 7642. ഇത് നോമിൻ്റെ പേടകമാണ്. ഓക്കെ, ജൂപ്പിറ്റർ ക്ലാസിക്. ഇത് എൻ്റെ ഇവിടുത്തെ ഇരട്ടച്ചങ്കൻ. ഇതിനെ ഞാൻ കോഴിക്കോട് നിന്ന് ട്രെയിനിൽ കയറ്റി ഇവിടെ എത്തിച്ചതാണ്. ഞാൻ വരുമ്പോൾ കൂട്ടത്തിൽ കൊണ്ടുവന്നതാണ്. തുടങ്ങാം. ஒண்ணுமே இல்ல. അപ്പം ശരി കേട്ടോ, അപ്പം കാണാം. നമുക്ക് വൈകുന്നേരത്തെ ക്ലാസ്സിൽ സന്തോഷമായി കാണാം. ഇനി ബിന്ദുമ്മയ്ക്ക് ഈ പൂ നന്നാക്കാനുള്ള ജോലി ഉണ്ടാവും. ഇതൊരു 2-3 ദിവസത്തേക്കുള്ള പൂവായല്ലോ. 3 ദിവസം കഴിഞ്ഞാൽ ഇനി അടുത്ത പൂ വാങ്ങാൻ വേണ്ടി ഇറങ്ങും. അപ്പോൾ ബിന്ദുമ്മയ്ക്ക് അത് നന്നാക്കാനുള്ള ജോലി വേറെ ഉണ്ട്. ഓക്കെ, ആരൊക്കെ വരുന്നു ഇങ്ങോട്ടേക്ക്? ഇങ്ങനെയുള്ള അസുലഭ നിമിഷങ്ങൾ ആനന്ദകരമാക്കാൻ ആരൊക്കെ വരുന്നു? വരുന്നവരെല്ലാം വന്നോളൂ. വരുന്നവർക്കെല്ലാം ഞാനിങ്ങനെ ഓരോരോ പണികൾ തരാം. ഹരേ കൃഷ്ണ. എന്നാ നമുക്ക് കാണാട്ടോ. ടാറ്റ. ഓ, ജിഷ മാതാജി വരുന്നുണ്ടെന്ന്. വരൂ വരൂ വരൂ, ഓടി വരൂ ഓടി വരൂ. എന്നാ ശരി കേട്ടോ, വൈകിട്ടത്തെ ക്ലാസ്സിൽ കാണാം. ബൈ.